ഹായ് ഹലോ ഫ്രണ്ട്സ്, സ്റ്റോക്ക് ഓൺലി PSCയുടെ കറണ്ട് അഫെയറിന്റെ അടുത്ത ക്ലാസ് ആണ്. നമ്മൾ 10 കറണ്ട് അഫെയറുകളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് മുന്നിലുണ്ടെന്ന് എനിക്കറിയാം. തുടങ്ങാൻ പോവാണേ. ഫസ്റ്റ് വൺ, ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ. ഏതാണ്? ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്നത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓക്കെ, ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യത്തെ നയിക്കുന്ന മലയാളിയാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ. ഓർത്തു വെക്കേട്ട, പ്രശാന്ത് ബാലകൃഷ്ണൻ നമ്മുടെ മലയാളിയാണ്. ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ആരെത്തി? നമ്മുടെ ഫിൻലാൻഡ് ഒന്നാമതാണ്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 126. ക്ലിയർ? ഐക്യരാഷ്ട്ര സഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായി 7ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126 എന്നുകൂടി ഓർത്തുവെക്കാം. നെക്സ്റ്റ്, കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. എന്താണ്? നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം, NAFIS അഥവാ നഫീസ് എന്ത് വേണമെങ്കിൽ വായിക്കാം. എന്താണ് ഈ സംഭവം? കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഫീസ്. നാഫീസ് എന്ന് പറഞ്ഞാൽ നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റമാണ് നാഫീസ്. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനം. ഉറപ്പിച്ചു വെക്കുക, കേന്ദ്ര സർക്കാരിന്റെ സംവിധാനമാണ്. നെക്സ്റ്റ്, മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തു. എവിടത്തെയാണ്? മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനർനാമകരണം ചെയ്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ ആണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടത്തെയാണ്? രാജ്യത്തെ ഫസ്റ്റത്തേതാണ് ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണൽ എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് ഈ അണ്ടർ വാട്ടർ മെട്രോ ടണൽ. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? പ്രധാനമന്ത്രി തന്നെ അല്ലെ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറോൺ നിയമിതയായി. ഇന്ത്യയിലെ ആദ്യ, ഇതൊക്കെ ആദ്യമാണ് കേട്ടോ, അപ്പൊ അത് ഓർത്തു വെക്കണേ. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറോൺ നിയമിതയായി. നെക്സ്റ്റ്, കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 16കാരൻ ഡി ഗുഗേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുഗേഷ്. ഗുഗേഷ് ഇപ്പോ വളരെ റീസെന്റ് നമുക്ക് അറിയുന്നതാണ്. അതുകൊണ്ട് ആളുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണേ. നെക്സ്റ്റ്, ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. എന്താണ്? INS ജഡായു. ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു.
നെക്സ്റ്റ് അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര്. ഇമ്പോർട്ടന്റ് ആണ്. അഗ്നി 5 ഭൂഖണ്ഡാന്തര ആണവ ബാലിസ്റ്റിക് മിസൈലിന്റെ പരിഷ്കരിച്ച പതിപ്പ് ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു. മിഷൻ ദിവ്യാസ്ത്ര എന്നതായിരുന്നു പരീക്ഷണത്തിന്റെ പേര്. ക്ലിയർ ആയല്ലോ? ലക്ഷദ്വീപിലെ മിനിക്കോയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഇന്ത്യയുടെ പുതിയ നാവിക താവളമാണ് INS ജഡായു. കാൻഡിഡേറ്റ് ചെസ്സിൽ ജേതാവാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ഇന്ത്യയുടെ 17-കാരൻ ഡി ഗുകേഷ്. വിശ്വനാഥൻ ആനന്ദിന് ശേഷം ഈ ടൂർണമെന്റ് വിജയിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ഗുകേഷ്. ഇന്ത്യയിലെ ആദ്യ വനിതാ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷണറായി ലിൻഡി കാമറൂൺ നിയമിതയായി. രാജ്യത്തെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ ടണലായ കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലെ അണ്ടർ വാട്ടർ മെട്രോ ടണൽ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ അക്വാട്ടിക് സെന്റർ തമിഴ്നാട്ടിലെ രാമേശ്വരത്ത് നിലവിൽ വന്നു. മുംബൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ പേര് നാനാ ജഗന്നാഥ് ശങ്കർ സേത് സ്റ്റേഷൻ എന്ന് പുനഃനാമകരണം ചെയ്തു. കുറ്റകൃത്യങ്ങൾക്ക് ശേഷം രാജ്യം വിടുന്നവരെ കണ്ടെത്താൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന സംവിധാനമാണ് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റം. ഐക്യരാഷ്ട്രസഭയുടെ സഹകരണത്തോടെ തയ്യാറാക്കുന്ന ലോക സന്തുഷ്ടി റിപ്പോർട്ടിൽ തുടർച്ചയായ 7ാം തവണയും ഫിൻലാൻഡ് ഒന്നാമത്. 143 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 126ാമതാണ്. ഇന്ത്യയുടെ അഭിമാന ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ ദൗത്യ സംഘത്തെ നയിക്കുന്നത് മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ. അപ്പൊ ഈ 10 എണ്ണാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.